മോദി 3.0 ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന മനുഷ്യൻ വീണ്ടും അവരോധിതനാവുകയാണ്. മോദി 3.0 സർക്കാരിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ്? കഴിഞ്ഞ 10 വർഷം കേവല ഭൂരിപക്ഷം സ്വന്തമായി നേടി ഭരിച്ച BJP പക്ഷേ ഇത്തവണ NDA എന്ന സഖ്യകക്ഷികളുടെ കൃത്യമായ പിന്തുണയോടെയാണ് ഭരണത്തിലേറുന്നത്. അതുകൊണ്ട് തന്നെ മോദി 3.0-ൽ സഖ്യകക്ഷികൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കും. അവരുടെ അഭിപ്രായങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾക്കും കൃത്യമായ ഇടം കൊടുത്തുകൊണ്ട് മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ. BJP ഇതര പാർട്ടികളിൽ നിന്ന് കൂടുതൽ മന്ത്രിമാർ മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ടേമിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പല മേഖലകളിലും വളരെ വൈദഗ്ധ്യമുള്ളവരെ നേരെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകളൊക്കെ ഇനി തീർച്ചയായും കുറവാകാൻ സാധ്യതകളുണ്ട്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ബാക്ക് സീറ്റിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. പക്ഷേ ഈ NDAയുടെ പ്രധാനപ്പെട്ട യോഗത്തിൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത് മുന്നോട്ട് പോകൂ, ഞങ്ങൾ ഒപ്പമുണ്ട്, ഒരു തരത്തിലും പിന്തിരിയുന്ന പ്രശ്നമില്ല എന്നാണ്. അതിൽ യൂണിഫോം സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് നിതീഷ് കുമാർ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അഗ്നിവീർ അടക്കമുള്ള കാര്യങ്ങളിൽ ചെറിയ പുനരാലോചനകൾ വേണ്ടിവരുമെന്ന സൂചനയും ഘടകകക്ഷികൾ നൽകുന്നുണ്ട്. അതിനോട് അനുകൂല സമീപനം എടുക്കാനാണ് സാധ്യത. ജനകീയ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ നിർബന്ധിതരാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, വലിയ വിവാദമായ പല വിഷയങ്ങളിലും ഏറ്റവും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള സർക്കാരാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ. അത് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അനുകൂലവും പ്രതികൂലവുമായ തരംഗങ്ങളിലേക്കൊക്കെ നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സഖ്യകക്ഷി സർക്കാർ നിലവിൽ വരുമ്പോൾ കൂടുതൽ ജനകീയമായ വിഷയങ്ങളിൽ, ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരാകാൻ ഈ സർക്കാർ തീർച്ചയായും തുനിയും എന്ന വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. ഒപ്പം തന്നെ മന്ത്രിമാരെ സംബന്ധിച്ച്, അതായത് പാർലമെന്റിൽ വലിയ ചർച്ചകൾ നടക്കേണ്ടി വരും. എല്ലാ വിഷയങ്ങളും കൂടുതൽ ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷം അത്ര ശക്തമായതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെ അല്ലാതെ ഒരു തീരുമാനങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല. ഒപ്പം മന്ത്രിമാർക്ക് കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരവും കൈവരുമെന്നാണ്. കാരണം ഘടകകക്ഷികൾക്ക് നൽകുന്ന മന്ത്രി പദവികളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായും ഒരു വലിയ സ്വാതന്ത്ര്യം അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടി വരും. എന്തായാലും കേവല ഭൂരിപക്ഷം സ്വന്തമായില്ലാതെയാണെങ്കിലും 300-ലേറെ സീറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ടാണ് NDA എന്ന സഖ്യകക്ഷി സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷത്തിൻ്റെയോ സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു പ്രഭാവക്കുറവുണ്ടെങ്കിലും നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലം തുടർന്ന രീതികളിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമായിരിക്കും 3.0 എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.